അങ്ങനെ കപ്പടിച്ച് ഇന്ത്യയിലെത്തിയ രോഹിത്തിനും സംഘത്തിനും അതിഗംഭീരമായ സ്വീകരണമാണ് മുംബൈയിൽ ലഭിക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയായിരുന്നു ആരാധകർ. അങ്ങോട്ടേക്കുള്ള റോഡ് ഷോയിൽ റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞ ആരാധകരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് രോഹിത് സംഘവും വാങ്കഡയിലേക്ക് യാത്ര തിരിച്ചത്. മൊബൈൽ ഫോണിലെ പ്രകാശങ്ങൾ വിതറിക്കൊണ്ട് തങ്ങളുടെ ടീമിന് സ്നേഹവും ആദരവും അഭിനന്ദനവും ഒക്കെ അർപ്പിക്കുകയാണ് ആരാധകർ. എന്തായാലും അതിഗംഭീരമായ സ്വീകരണം. വാങ്കഡെ തിങ്ങി നിറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ഏറെ മണിക്കൂറുകളായി തങ്ങളുടെ പ്രിയപ്പെട്ട ടീം അംഗങ്ങളെ കാണാൻ. BCCIയുടെ നേതൃത്വത്തിൽ വമ്പൻ സ്വീകരണമാണ് വാങ്കഡയിൽ ഒരുക്കുന്നത്. നേരത്തെ നമ്മൾ 2011 വാങ്കഡയിൽ ഇതുപോലെ ധീരോജ്വലമായ നിമിഷങ്ങൾ കണ്ട് ആവേശം കൊണ്ടതാണ്. അതിന് സമാനമായ രീതിയിൽ വീണ്ടും നമ്മുടെ ചുണക്കുട്ടന്മാർ ലോക കിരീടവുമായി അങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ്. രഞ്ജിലെ, ഗംഭീരമാണ് സ്വീകരണം. പ്രത്യേകിച്ചും രാത്രിയായതോടെ ആ വർണ്ണ പൊലിമ കൂടി അതിന് വരുന്നു എന്നത് മറ്റൊരു കാര്യം. വാങ്കഡയിൽ എങ്ങനെയൊക്കെയാണ് ഈ ചടങ്ങുകൾ, എത്ര മാത്രം ആവേശം ഇരതല്ലുന്നു അവിടെ? ദിവിഷ്, ഒരു ആൾക്കടലിലേക്കാണ് ടീം ഇന്ത്യ ഇന്ന് പറന്നിറങ്ങിയത്. ആ ആവേശം മുഴുവൻ താരങ്ങളും ആസ്വദിക്കുന്നുണ്ട്. ആ കാഴ്ചകൾ നമ്മുടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. അത്രമാത്രം ആവേശമായിരുന്നു. 2.5 മണിക്കൂർ വൈകിയാണ് ഈ വിക്ടറി പരേഡ് ആരംഭിക്കുന്നത്. പക്ഷേ മഴയ്ക്കോ അല്ലെങ്കിൽ ഈ വൈകിയ വേളയിൽ ഒന്നും തന്നെ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ആവേശത്തെ തണുപ്പിക്കാനായില്ല. അത്രമാത്രം ആവേശമാണ് മുംബൈയിലെ റോഡുകളുടെ 2 വരികളായി നിന്നുകൊണ്ട് ജനം തീർത്ത വലിയൊരു കടലിന് നടുവിലൂടെയാണ് ഇപ്പോൾ ഒരു തുറന്ന ബസ്സിൽ ടീം ഇന്ത്യ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഈ വിജയ ആഘോഷ പരിപാടി BCCI സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 10,000-കണക്കിന് കാണികളാണ് മറൈൻ ഡ്രൈവിലും അതോടൊപ്പം തന്നെ നരിമാൻ പോയിന്റിലും എല്ലാം തടിച്ചുകൂടിയത്. അവരെയെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട്, അവരെല്ലാം ഈ കിരീടം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് താരങ്ങൾ ആ ബസ്സിൽ യാത്ര തുടരുന്നത്. എന്തായാലും ഒരു അവിസ്മരണീയ നിമിഷം എന്ന് തന്നെ പറയാം. കാരണം സമീപകാലത്തൊന്നും ഇത്രയേറെ ആവേശം ഇന്ത്യൻ ക്രിക്കറ്റിൽ കണ്ടിട്ടില്ല. അത്രയേറെ ആവേശത്തോടു കൂടിയാണ് കാണികൾ, കരഘോഷത്തോടു കൂടിയാണ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കെത്തിയ താരങ്ങളെ ഓരോരുത്തരെയും വരവേറ്റത്. അത്രമാത്രം അവിസ്മരണീയമായ ഒരു ആവേശ വരവേൽപ്പാണ് ഈ ഇന്ത്യൻ താരങ്ങൾക്ക് ഇപ്പോൾ മുംബൈയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് കിട്ടിയതിനേക്കാൾ ഏറെ വലിയ ഒരു ആൾക്കൂട്ടം മുംബൈയിൽ തടിച്ചുകൂടിയിരുന്നു. രാവിലെ മുതൽ തന്നെ ഒരു ജനപ്രവാഹം മുംബൈയുടെ തെരുവുകളിലേക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒരു കനത്ത മഴ മുംബൈയിൽ വൈകിട്ട് പെയ്തിരുന്നു. പക്ഷേ അതിനെയൊന്നും വകവയ്ക്കാതെയാണ് ക്രിക്കറ്റ് ആരാധകർ മുംബൈയുടെ 2 തെരുവുകളിലും വലിയ രീതിയിൽ ഒത്തുകൂടിയത്. അവരുടെ എല്ലാ സ്നേഹവായ്പകളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ടീം ഇന്ത്യ ഇപ്പോൾ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തുറന്ന ബസ്സിൽ പോകുന്ന താരങ്ങൾ ഈ കിരീടം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നത്. ജനങ്ങളുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ താരങ്ങൾ ഇപ്പോൾ വാങ്കഡയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വാങ്കഡയിലെത്തും. ഏതാണ്ട് 2.25 മണിക്കൂറോളം വൈകിയാണ് ഈ വിക്ടറി പരേഡ് ആരംഭിച്ചത്. പക്ഷേ അതൊന്നും ആവേശം തണുപ്പിക്കുന്നതിന് വഴിവെച്ചില്ല. 5 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു. ഏറെക്കുറെ 7:30 ഈ പരേഡ് മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിക്കുന്നത്. പക്ഷേ മറൈൻ ഡ്രൈവിൽ കൂടിയ ഒരാൾ പോലും പിരിഞ്ഞു പോകാതെ ഈ ടീമിൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് താരങ്ങളെ കാത്ത് 10,000-കണക്കിന് ആളുകൾ കൂടുന്നത്. അവർ ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് തന്നെയാണ് താരങ്ങളെ ആനയിക്കുന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക്. അതൊരു അപൂർവമായ കാഴ്ചയാണ്. അത് അത്രമാത്രം മനോഹരമാണ് ആ കാഴ്ച, ദിവിഷ്. എന്തായാലും ആരാധകർ എത്ര നേരം ക്ഷമയോടെ കാത്തിരിക്കാനും തയ്യാറാണ്. കാരണം അത്രയേറെ അഭിമാന നേട്ടവുമായാണ് നമ്മുടെ ടീം എത്തുന്നത്. അതുകൊണ്ട് ഉച്ചമുതൽ തന്നെ വാങ്കഡയിലേക്ക് ആളുകൾ എത്തിയിരുന്നു. കൃത്യമായ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി. നേരത്തെ കണ്ടത് ബാരിക്കേഡുകളൊക്കെ വെച്ച് ദയവായി നിങ്ങളിത് താഴെ ഇടല്ലേ എന്ന് ആരാധകരോട് അപേക്ഷിക്കുന്ന പോലീസിനെയൊക്കെ കണ്ടു. പക്ഷേ ആരാധകർ തീർച്ചയായും ഈ ഒരു തിക്കും തിരക്കുമൊക്കെ ഉണ്ടെങ്കിലും വളരെ ശാന്തമായി തന്നെ, പക്ഷേ ആഘോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം ശബ്ദമയമായി തന്നെ ഈ ആഘോഷം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ടീം അംഗങ്ങളും അവരുടെ രോഹിത്തിൻ്റെ സന്തോഷം കാണുമ്പോൾ അറിയാം അല്ലേ എത്രമാത്രം കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു നേട്ടം. കാരണം ഈ നായകസ്ഥാനത്ത് വരിക, ഇന്ത്യൻ ടീമിൻ്റെ നായകസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്ന ജോലിയാണ്. കാരണം തൻ്റെ ഫോം കണ്ടെത്തുകയും വേണം, ഒപ്പം തന്നെ ടീമിനെ കൃത്യമായി നിയന്ത്രിച്ച് എതിർ ടീമിൻ്റെ നീക്കങ്ങളെ വെട്ടാനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചു പോകേണ്ടതാണ്. അത്രയേറെ ഭാരമുള്ള ഒരു ജോലി കൂടിയാണ് ഇന്ത്യൻ ടീമിൻ്റെ നായകസ്ഥാനം എന്നത്. അത് എങ്ങനെയൊക്കെയാണ് ഗാംഗുലി അതെങ്ങനെ ചെയ്തു, ധോണി എങ്ങനെ ചെയ്തു എന്നതൊക്കെ കണ്ടിങ്ങനെ വലിയ രൂപങ്ങൾ നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് രോഹിത്തിനും സത്യത്തിൽ മത്സരിക്കേണ്ടത് ഇതുപോലെ പ്രതിഭാധനരായ അല്ലെങ്കിൽ ഇതുപോലെ ഗംഭീരമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു പോയ മുൻഗാമികളോടാണ്. അപ്പോൾ ഒരു ലോക കിരീടം സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ രോഹിത്തിനെ സംബന്ധിച്ച് അത്രയും
അദ്ദേഹം ആഗ്രഹിച്ച കൊതിച്ച ഒന്നാണ്. അപ്പോൾ ആ സന്തോഷ നിമിഷം അതൊക്കെ കപ്പ് കിട്ടിയതല്ലേ, കപ്പ് വാങ്ങാൻ പോകുന്ന സ്റ്റെപ്പുകളിൽ മുതൽ തുടങ്ങുന്നുണ്ട് ആ അണ്ണ പൊട്ടിപ്പോകുന്ന ആഘോഷം. അത് തന്നെയാണ് ഇപ്പോൾ ബസ്സിൻ്റെ മുകളിലുമൊക്കെ അല്ലേ, എന്ത് ചെയ്യണം എന്നറിയാത്തൊരു നിമിഷമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിലപ്പെട്ട കപ്പാണ്. ഒരു വിലപ്പെട്ട കനി എന്നൊക്കെ പറയുന്നത് പോലെ ഏറെ നാളായി കാത്തിരുന്ന ഒരു കപ്പാണ് അത്. ഏകദിന ലോകകപ്പായാലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലായാലും അതിലൊക്കെ കളിച്ച് എന്നാൽ കയ്യകലെ കിരീടം നഷ്ടപ്പെട്ട് അതിൻ്റെ നിരാശയിൽ നിൽക്കുന്ന ഒരു ടീമാണ്. പക്ഷേ എല്ലാ കാലത്തും എല്ലാ ടൂർണമെൻറ്റുകളും, പ്രത്യേകിച്ച് ICC ടൂർണമെൻറ്റുകളിലൊക്കെ എല്ലാ കാലത്തും ഇന്ത്യ ഒരു ഹോട്ട് ഫേവറേറ്റുകളാണ്. അതുകൊണ്ട് തന്നെ കിരീട പ്രതീക്ഷ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകും. അതുകൊണ്ട് അതൊരു വലിയ സമ്മർദ്ദവുമാണ് ടീമിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് 2020 ലോകകപ്പിൽ ഇന്ത്യ കിരീടം ഉയർത്തിയത്. അതിന് അത്രമാത്രം വിലയുമുണ്ട്. ആ കപ്പുമായാണ്, വിശ്വജേതാക്കളായാണ് ടീം ഇന്ത്യ മുംബൈയിലേക്ക് എത്തുന്നത്. ഡൽഹിയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ എത്രമാത്രം ആവേശോജ്വല വരവേൽപ്പാണ് ടീമിന് കിട്ടിയതെന്ന്. അതിൻ്റെ ഇരട്ടിയിലേറെ, അല്ലെങ്കിൽ അതിനൊക്കെ എത്രയോ ഉയരത്തിൽ കിട്ടുന്ന ഒരു സ്വീകരണമാണ് മുംബൈ കാത്തുവെച്ചത്. മുംബൈയിൽ അത്രമാത്രം ജനസഞ്ചയമുണ്ട്. നമ്മൾ ഇതിന് മുൻപ് അത് കണ്ടത് 2011-ലാണ്. 2011 ഏകദിന ലോകകപ്പ് ഇന്ത്യ നേടിയപ്പോൾ ആ വാങ്കഡെ സ്റ്റേഡിയം ഒരു നീലക്കടലായിരുന്നു. അന്ന് പുറത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണേണ്ടതില്ലായിരുന്നു. കാരണം ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞത് നീലക്കടലായിരുന്നു. ആ നീലക്കടലിനെ സാക്ഷിയാക്കിയാണ് അന്ന് ധോണിയും സംഘവും കിരീടം ഉയർത്തിയത്. അന്ന് ഒരു ഉറങ്ങാത്ത രാത്രിയായിരുന്നു മുംബൈയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെക്കുറെ സമാനമായി, അല്ലെങ്കിൽ ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതും ഈ ആഘോഷ പരിപാടിയും ഉടനൊന്നും തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം വൈകി തുടങ്ങുന്നു, അത്രയേറെ ആവേശമുണ്ട്. ആ ആവേശത്തെ തണുപ്പിക്കാൻ പോകുന്ന ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അതങ്ങ് ഉച്ചസ്ഥായിലെത്തും. വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് താരങ്ങൾ വരുന്നതോടുകൂടി ആ വിജയാഘോഷം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്താൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് അവസാനിക്കുന്നില്ല, പെട്ടെന്ന് അവസാനിക്കരുതേ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രമാത്രം ഇത് അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ ക്രിക്കറ്റിൽ നമ്മൾ കാണാത്തതാണ്. ആരാധകർക്ക് ഇതുപോലെ ഒരു ആഘോഷിക്കാൻ ഒരു നിമിഷം സമീപകാലത്തൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഏകദിന മത്സരങ്ങൾ അല്ലെങ്കിൽ ഏകദിന പരമ്പരകൾ ജയിക്കുന്നുണ്ട്, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകൾ ജയിക്കുന്നുണ്ട്. പക്ഷേ ICCയുടെ ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അത് ലോക കിരീടം തന്നെ ഇന്ത്യ ആകെ 4 തവണയാണ് നേടിയത്. 1983, 2007, 2011, 2024. നമ്മൾ കാത്തിരിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ കപ്പുകൾ ഉയർത്താൻ വേണ്ടി വന്ന ഇടവേളയുടെ സമയം തന്നെ വളരെ ദീർഘമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കിരീടങ്ങളും അത്രമാത്രം പ്രധാനമാണ്. അതുകൊണ്ട് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ കാത്ത് കിട്ടിയ ഒരു കപ്പാണ്. അത് അങ്ങേയറ്റത്തെ ആവേശത്തോടുകൂടി അത് ആഘോഷിക്കപ്പെടും. അതാണ് നമ്മളിപ്പോൾ മുംബൈയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുംബൈയുടെ ആകാശത്തിന് കീഴെ ഒരു നീലക്കടലാണ് ആരാധകർ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ആരാധകർക്ക് നടുവിലൂടെയാണ് ഒരു മനോഹരമായ കാഴ്ച എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കപ്പുമായി, ലോക കിരീടവുമായി ഈ ആരാധകർക്ക്, 10,000-കണക്കിന് ആരാധകർക്ക് നടുവിലൂടെ പോവുക, അത് നമ്മൾ അവസാനം കണ്ടത് ഇപ്പോൾ 2007 ധോണി വന്നിറങ്ങിയപ്പോൾ അതിൽ ധോണിക്ക് പിന്നിലായൊക്കെ രോഹിതിനെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 2011 കപ്പ് ഉയർത്തിയപ്പോൾ വിരാട് കോഹ്ലി ആ ടീമിലുണ്ടായിരുന്നു. അങ്ങനെ താരങ്ങൾക്കെല്ലാം തന്നെ ഏറെക്കാലത്തിന് ശേഷം കിട്ടുന്ന ഒരു അഭിമാന നിമിഷമാണിത്. അത് അങ്ങേയറ്റം താരങ്ങളും ആഘോഷിക്കുന്നുണ്ട് ദിവിഷ്. ഈ നമ്മുടെ ആരാധകർ, ഇപ്പോൾ നേരത്തെ ഞാൻ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ നമുക്ക് ലോകകപ്പ് കിട്ടിയതിന് പിന്നാലെ ഇട്ടാണ് ബറോഡയിൽ just a boy from Baroda living his dream and grateful for everything that's come his way. Cannot ask for anything more. Playing for my country will always be the greatest honor എന്നാണ് അദ്ദേഹം ചെറുപ്പത്തിലായിരുന്നപ്പോൾ പറയുന്ന ഒരു ചെറിയ ഭാഗവും കൂടെ ചേർത്തിട്ട് ആണ് ഈ ലോകകപ്പ് വിജയം പിന്നീടും ഇട്ടിട്ടുണ്ട്. അതായത് വളരെ ജാങ്കോ അല്ലെങ്കിൽ ഫ്രീക്കൻ ലുക്കിൽ ഈ കപ്പും പിടിച്ചിരുന്നു. ഗുഡ് മോർണിംഗ് ഇന്ത്യ, ഇറ്റ് വാസ് നോട്ട് എ ഡ്രീം, ഇറ്റ്സ് റിയൽ, വി ആർ വേൾഡ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞപ്പോൾ ഈ കളിക്കാർ അവർ എത്രത്തോളം ഇത് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം അഭിമാനം അവരിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നത് കൃത്യമായിട്ട് ഓരോ താരത്തിൻ്റെയും സോഷ്യൽ മീഡിയ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം.